മോളിവുഡിൽ നിന്നും ഈ മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത മാസ ആക്ഷൻ എന്റർടൈനർ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ടർബോ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് രാത്രി 9 മണിക്ക് ശേഷം പുറത്തു വന്നിരിക്കുകയാണ്. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനെത്തുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വൈശാഖിൽ നിന്നും ഒരു മാസ് മസാല എന്റർടൈനർ സിനിമ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് തന്നെയാണ് ട്രെയിലറിൽ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഒരു മാസ് മസാല സിനിമയ്ക്ക് വേണ്ട എല്ലാവിധ ചേരുവകളും ഒരുക്കിക്കൊണ്ടാണ് വൈശാഖിന്റെ ടർബോ തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നു. എവിടെ നോക്കിയാലും അടി ഇടി വെടി പുക എല്ലാം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പോലെ ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ സിനിമയിലുണ്ട്. അത് മമ്മൂട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരുപാട് രംഗങ്ങളുണ്ട് എന്ന് ട്രെയിലർ കാണുമ്പോൾ വ്യക്തമാകുന്നു. സിനിമയിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഫൈറ്റ് രംഗങ്ങളായിരിക്കും ഗോഡൌൺ ഫൈറ്റ് രംഗങ്ങൾ എന്ന് നേരത്തെ റൂമറുകൾ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന ഒരു ട്രെയിലർ കട്ടാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ട്രെയിലറിൽ തന്നെ ഒട്ടനേകം ഗോഡൌൺ രംഗങ്ങൾ, ആക്ഷൻ സീൻസ് എല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടർബോയുടേതായിട്ട് ആദ്യമായിട്ട് പുറത്തു വന്ന ഒരു വീഡിയോ കണ്ടന്റ് തന്നെ മികച്ചു നിൽക്കുകയാണ്. മികച്ചൊരു ട്രെയിലർ കട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ വന്ന റൂമറുകൾ ശരിവെച്ചതുപോലെ ടർബോ എന്ന സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പ് നൽകുക ഈ ട്രെയിലർ ആയിരിക്കുമെന്ന് വ്യക്തം. 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ളൊരു ട്രെയിലർ കട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത്. ചിത്രത്തിൽ ഒരുപാട് വലിയ താരനിര തന്നെയുണ്ട്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ എല്ലാവിധ ഫീലും നൽകുന്ന ഒരു ട്രെയിലർ കട്ട് കൂടിയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വലിയൊരു താരനിര കൊണ്ട് സമ്പന്നമായ അടുത്തൊരു മലയാളം സിനിമ കൂടിയായിട്ട് ടർബോ മാറുകയാണ്. കന്നഡ താരം രാജ്ബി ഷെട്ടി, മറ്റൊരു അന്യഭാഷാ താരം സുനിൽ, ഒപ്പം തന്നെ ദിലീഷ് പോത്തൻ, അഞ്ജന, ജയപ്രകാശ്, ശബരീഷ്, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ മമ്മൂട്ടിയോടൊപ്പം സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. ഇതിൽ രാജ്ബി ഷെട്ടി സിനിമയിലെ വില്ലൻ വേഷത്തിലെത്തുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മമ്മൂട്ടി കഴിഞ്ഞാൽ ഒരുപക്ഷെ വമ്പൻ പെർഫോമൻസ് സിനിമയിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിൽ നിന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആകെ മൊത്തത്തിൽ ടർബോ എന്ന സിനിമയുടെ ട്രെയിലർ മികച്ചു നിൽക്കുകയാണ്. ട്രെയിലർ കണ്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ. കാത്തിരിക്കൂ കൂടുതൽ ടർബോ വാർത്തകൾ കേട്ട്.